ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സോൾഡറിങ് അയൺ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് സോൾഡറിങ് അയൺ. ഇതാകെ റസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വയറിന് 2-3 ഷോർട്ടുമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ വെച്ച് കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് ഈ സോൾഡറിങ് അയൺ റിപ്പയർ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് സോൾഡറിങ് എലമെൻറ്റ്. ഇത് എല്ലാ ഇലക്ട്രിക് ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാണ്. വളരെ കുറഞ്ഞ വിലയാണ് വരുന്നത്, 35 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലുള്ള 3-pin പ്ലഗ് ആണ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു ഷീൽഡ് വയറാണ്. ഞാനിവിടെ 2-പിന്നിൻ്റെ വയറാണ് എടുത്തിരിക്കുന്നത്. 3-pin എർത്ത് വയർ ഞാൻ എടുത്തിട്ടില്ല, 2-pin മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഗൈസ്, നമ്മുടെ കയ്യിലുള്ള സോൾഡറിങ് അയൺ നാശമായാൽ നമ്മൾ പുതിയത് മേടിക്കാനാണ് നോക്കുക. പുതിയതിന് വില 250 രൂപ, 300 രൂപ അതിനും മുകളിലേക്കുണ്ട്. എന്നാൽ നമ്മൾ മറിച്ച് അത് റിപ്പയർ ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 50 രൂപ 60 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ 3-pin പ്ലഗ് ഇൻസ്റ്റലേഷൻ ചെയ്ത് ഹോളൊക്കെ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോൾഡറിങ് അയൺ ഒന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ മൾട്ടിമീറ്റർ കണ്ടൻറ്റിവിറ്റി മോഡിലിട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഡയോഡ് ചെക്ക് ചെയ്യണ മോഡ് തന്നെ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ വയറൊന്ന് ഷോർട്ട് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഈ വയർ ഷോർട്ടുണ്ട്. നമ്മുടെ മൾട്ടിമീറ്റർ ഹൈ റെസിസ്റ്റൻസ് കാണിക്കും, പക്ഷേ സൗണ്ട് വരുന്നില്ല. ഹൈ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ വയർ നമ്മുടെ ഷോർട്ടാണ്. ഗൈസ്, നമ്മുടെ സോൾഡറിങ് അയണിൽ ആ ഒരു വയർ മാത്രമേ ഷോർട്ടുള്ളൂ. ആ ഒരു വയറാണ് നമ്മുടെ ലൈൻ ഇൻ അഥവാ ഫേസ് വയർ. ആ വയറാണ് നമ്മുടെ ഷോർട്ടുള്ളത്. അത് കാരണമാണ് നമ്മൾ ഇതിൻ്റെ വയറിങ്ങൊക്കെ മാറ്റുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എലമെൻറ്റ് അതുപോലെ തന്നെ വയർ 3-pin ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി. അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ എലമെൻറ്റ് എടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പുതിയ എലമെൻറ്റിന് ന്യൂട്രലും അതുപോലെ തന്നെ ഫേസും മാത്രമേ ഉള്ളൂ, എർത്ത് വയറിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 2-pin വയർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ്ങിലേക്കൊന്ന് കടക്കാം. on it.
ഗൈസ് നമ്മുടെ വയറൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ന്യൂട്രലും അതുപോലെ തന്നെ ലൈനിനും നോക്കാം. നമ്മുടെ ചുമന്ന വയറാണ് ന്യൂട്രലാണ്, നമ്മുടെ പച്ച വയർ ലൈനിനുമാണ് അഥവാ ഫേസ് വയർ. നമുക്ക് പച്ച വയറാണ് നമ്മുടെ സോൾഡറിങ് എലമെൻറ്റിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗത്ത് കണക്ട് ചെയ്യേണ്ടത്. നമുക്കത് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ റബ്ബർ സ്ലീവ് ഉപയോഗിക്കുന്നുണ്ട്. റബ്ബർ സ്ലീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആവില്ല. ഗൈസ് നമ്മൾ നമ്മുടെ ഫേസ് വയർ സോൾഡറിങ് എലമെൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങാനും നമ്മുടെ വയർ ലൂസ് കോണ്ടാക്റ്റ് ആവില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ സ്ലീവ് നമ്മൾ നന്നായി ഹീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെക്സിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അത് എങ്ങാനും നമ്മൾ വയർ വലിക്കുമ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഫ്ലെക്സിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് എലമെൻറ്റ് വയറിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ക്യാപ്പും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്യാപ്പ് പകുതി വരെ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇറക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് അയൺ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഇടാം. ഗൈസ് ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് അയൺ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വയർ വലിക്കുമ്പോൾ ലൂസായി പോകാണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻസുലേഷൻ ചെയ്യുന്നത്. ഗൈസ് നമുക്ക് നമ്മുടെ സോൾഡറിങ് അയൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.